ഇവിടെ ഒരുപാട് ക്ലയൻസ് വരാറുണ്ടല്ലോ GST എടുക്കാൻ. ബട്ട് ആ ലീഡ്സ് ഒന്നും എന്താ കംപ്ലീറ്റ് ആകാത്തത്? അതായത് നമുക്കിവിടെ ലീഡ്സ് ആയിട്ട് വരുന്ന പാർട്ടികൾ എന്താ വെച്ചാൽ പല ആളുകൾക്കും എന്തിനാണ് GST എടുക്കുന്നത് അറിയില്ല. പലപ്പോഴും എന്താ വെച്ചാൽ ബാങ്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അവർ പറയും GST വേണമെന്ന് പറഞ്ഞിട്ട് അവർ GST എടുക്കാൻ വരും. പക്ഷെ നമ്മളിവിടെ വരുന്ന പാർട്ടിക്ക് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യും, കൺസൾട്ട് ചെയ്യും അവർക്ക് GST ആവശ്യമുണ്ടോ എന്നുള്ളത്. ആവശ്യമില്ലാത്ത ഒരാളെ കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഇവിടെ GST എടുപ്പിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് രജിസ്ട്രേഷന് മേ ബി ഒരു 1500-2000 എമൗണ്ട് ഇനീഷ്യലി നമുക്ക് കിട്ടും. പിന്നീട് അവർക്ക് ഇതൊരു ബാധ്യതയായിട്ട് വരും. പിന്നെ നമുക്ക് 1-2 ചെറിയ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിൽ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അത് വാങ്ങാതെ അവരോട് മാക്സിമം GST എടുക്കാതെ ബിസിനസ് ചെയ്യാനാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുക. അപ്പം അങ്ങനെ നല്ലൊരു കൺസൾട്ടിങ് ആണ്. അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ഒഴിവാക്കി കൊടുത്താൽ അവർ നമുക്ക് കൂടുതൽ വർക്ക് നമുക്ക് കൊണ്ടുതരും. കാരണം അവർക്ക് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ ആവശ്യമില്ലാത്തൊരു സംഗതി നമുക്ക് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യക്കാരാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് അവരോട് പറയും നിങ്ങൾ GST എടുക്കണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആവശ്യമില്ലാത്ത ഒരാൾ എന്ത് ചെയ്യേണ്ട, GST എടുത്തിട്ട് എല്ലാ മാസവും ഫയൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുത്തേലില്ല. പിന്നെ മാത്രമല്ല അവരുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യണം, ഫർണിച്ചർ ബിസിനസ് ആണ് നടത്തുന്നത്. നോർമലി അവർ എന്ത് ചെയ്യണം, 1 ലക്ഷത്തിനാണ് ബിസിനസ്, അതായത് 1 ലക്ഷത്തിനാണ് സെയിൽ ചെയ്യുന്നത്. GST എടുക്കുന്നതോടുകൂടി 1,18,000 സെയിൽ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഒരു ടാക്സ് കസ്റ്റമർ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, 1 ലക്ഷം വാങ്ങിയത് 1,18 വാങ്ങണം. അപ്പോൾ അത് കസ്റ്റമർ എന്ത് ചെയ്യും, അവരെ കസ്റ്റമർ കൂടി അത് പോകാനൊരു കാരണമാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ നിൽക്കണ്ട, നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, GST എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പറയും നിങ്ങൾക്ക് GST എടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ത്രൂ എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് വർക്കുകൾ വരും. കാരണം അവർക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവും. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട്, അപ്പോൾ മേ ബി ക്ലോസ് ആവില്ല. പക്ഷെ നല്ല പാർട്ടികൾ എന്ത് ചെയ്യും, അവരെ ത്രൂ ലീഡ്സ് നല്ല ഒരു പാർട്ടി നമുക്ക് 1,500-2,000 പോയി കഴിഞ്ഞാൽ 10,000 വർക്കുകൾ എന്ത് ചെയ്യും, അവർ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കൊണ്ടുവന്നു തരും.